ഏറ്റവും ഭീകരമായ പ്രകൃതി ദുരന്തത്തിന് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം സാക്ഷ്യം വഹിച്ചു. അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴ മലയാളക്കരയെ മുഴുവൻ വെള്ളത്തിലാക്കി. അണക്കെട്ടുകളുടെ തുറന്ന ഷട്ടറുകളിലൂടെ നദികൾ ജനപഥങ്ങളിലേക്ക് ഇരമ്പൊഴുകി. സഹിനും അറബിക്കടലിനുമിടയിൽ കര കാണാതെയായി. അപ്രതീക്ഷിതമായ ദുരന്തത്തിൽ ആദ്യമൊന്ന് പകച്ചെങ്കിലും അധികം വൈകാതെ നാടും നഗരവും സാഹചര്യത്തിനൊത്തുമറന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പറ്റാവുന്ന ഇടങ്ങളിലെല്ലാം തുറക്കപ്പെട്ടു. ഭക്ഷണവും വസ്ത്രങ്ങളും മരുന്നും സ്നേഹവും കരുണയും വിതരണം ചെയ്യപ്പെട്ടു. മനുഷ്യരിൽ സഹജീവി സ്നേഹത്തിൻ്റെ ഉറവകൾ പിറന്നു. ആളുകൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. ആജ്ഞകൾക്കു കാക്കാതെ സ്വമേധയാ രക്ഷാപ്രവർത്തനങ്ങൾക്കിറങ്ങി. അന്യനാടുകളിൽ നിന്നും സഹായവും സ്നേഹവും കേരളത്തിലേക്ക് ഒഴുകിയെത്തി. മൊബൈൽ ഫോണുകൾ കൺട്രോൾ റൂമുകളായി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രക്ഷാപ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യപ്പെട്ടു. അസാമാന്യ സമചിത്തതയോടെ ധീരതയോടെ ഒരു നാട് മുഴുവൻ ഒരുമിച്ച് നിന്ന് ദുരന്തത്തെ അതിജീവിച്ചു. ഈ മഹാവിപത്തിൽ പൊലിഞ്ഞുപോയ 483 മനുഷ്യജീവനുകളെ ഞങ്ങൾ വേദനയോടെ ഓർക്കുന്നു. പ്രളയമുണ്ടാക്കിയ ഓരോ തുരുത്തുകളിലേക്കും തുഴഞ്ഞെത്തി ഒറ്റപ്പെട്ടു പോയ അവസാനത്തെ ആളെയും രക്ഷിച്ച പ്രളയത്തിൽ ഏറ്റവും വലിയ ദുരന്ത നിവാരണ സേനയായി മാറിയ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഞങ്ങൾ ഈ നാടകം സമർപ്പിക്കുന്നു. അവതരിപ്പിക്കുന്ന 4ാമത്തെ നാടകം ദി ഫ്ലഡ്. Since the 30th of May, rains, floods and landslides have killed 373 people in the state, 223 since the 8th of August. According to की संख्या बढ़ती जा रही है। 8 अगस्त से अब तक 910 लोग मारे जा चुके हैं, जबकि मानसून के आने से अब तक 400 लोगों की मौत हो चुकी है। इडुक्की और एर्नाकुलम राज्य के बाकी हिस्सों से पूरी तरह कट गए हैं। बदतर होते हालात के बीच ദുരിതാശ്വാസം, പുനരധിവാസം, പുനർനിർമ്മാണം ഓൺലൈനിൽ ചേർന്ന് ശ്രീ സജി ചെറിയൻ താങ്കൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഏത് രീതിയിൽ പുരോഗമിക്കുന്നത് അവിടെ? വെരിഫൈഡ് മെസ്സേജാണിത്. ചാലക്കുടിയിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്തായിട്ട് കൂടപ്പുഴ ഭാഗത്ത് ഒരു പ്രൈവറ്റ് ഓൾഡേജ് ഹോമിൽ ഒരു ഏകദേശം 100ഓളം ഇൻമേറ്റ്സ് അവിടെ സ്റ്റാൻഡായിട്ട് നിൽക്കുകയാണ്. അതിൽ നിന്ന് ഒരു 30 പേരെ ഫിഷറിനെ ബോട്ടിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ക്രൗഡിലാണ്. ഫ്യൂവൽ തീരാനായാലും കേൾക്കുന്നുണ്ട്. നേവി എയർഫോഴ്സ് കൊണ്ട് അല്ലാതെ എന്തെങ്കിലും രക്ഷാപ്രവർത്തനത്തിൻ്റെ സാധ്യത അവിടെ ഉണ്ടോ എന്നതിനെ പറ്റി ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഫോർവേഡ് ചെയ്യുക. മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളുടെ ഒരു ഭാഗമാണ്. ഒരു സംഘം ആളുകളെ കൊണ്ട് വലിയ തോതിൽ ആളുകളെ കൊണ്ട് ഹെലികോപ്റ്റർ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇറങ്ങിയാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും ഒരു അർജന്റ് മെസ്സേജ് ഉണ്ട്. ഞാൻ പേഴ്സണലി വിളിച്ചിട്ട് വെരിഫൈ ചെയ്തതാണ്. നമ്മുടെ ചാലക്കുടി ഏതാണ്ട് 3-4 കിലോമീറ്റർ പരിയാരം ഭാഗത്തേക്ക് മാറിയിട്ട് ഒരു പഴയ ഓടിട്ട വീട്ടിൽ ഒരു പ്രായമായ ആളും അയാളുടെ മരുമകളും സ്ട്രാൻഡിലാണ്. ഈ മരുമകള് പ്രഗ്നന്റ് ആണ് എന്ന് കേൾക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. എന്തെങ്കിലും വിവരമുണ്ടോ? നമുക്ക് ലാൻഡ്മാർക്ക് തന്നത് ആ ഭാഗത്ത് എവിടെയോ ഒരു പ്രൈവറ്റ് ഓൾഡേജ് ഉണ്ട് നമ്മൾ ലാൻഡ്മാർക്ക് തന്നത്. എന്തെങ്കിലും പക്ഷെ നമുക്ക് ലൊക്കേറ്റ് ചെയ്താലും പറ്റിയിട്ടില്ല. രണ്ട് ഈ ആളുടെ മരുമകളുടെ ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്, ഒരു രക്ഷയില്ല, കിട്ടുന്നില്ല. എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് അറിയിക്കുക, ഒന്ന് ഫോർവേഡ് ചെയ്യുക, ഒന്ന് പെട്ടെന്ന് ഫോർവേഡ് ചെയ്യുക. ഒന്ന് സീരിയസ് ആയിട്ട് നോക്കണേ. we're getting some breaking news now. A month after floods ravaged God's own country, Kerala, now 20. These fishermen who traveled over 120 kilometers with their latest with the pivotal force of our rescue operations